അളകനന്ദയും സരസ്വതി നദിയും സംഗമിക്കുന്ന കേശവപ്രയാഗിന് തൊട്ടുമുകളിലാണ് വ്യാസഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് വ്യാസമഹർഷി മഹാഭാരതം പകർത്തി എഴുതുവാനായി ഗണപതിക്ക് ചൊല്ലിക്കൊടുത്തതും മറ്റ് ഇതിഹാസങ്ങളും വേദങ്ങളുമൊക്കെ രചിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യ ചൈന അതിർത്തിക്കുള്ളിലാണിത്. അത്ഭുതമെന്ന് പറയട്ടെ, വലിയ ഗ്രന്ഥക്കെട്ടുകൾ അടുക്കി വെച്ചതുപോലെയാണ് ഈ ഗുഹയുടെ മുകൾ ഭാഗം കാണപ്പെടുന്നത്. 5330 വർഷം പഴക്കമുള്ളത് എന്ന് ഈ ഗുഹാകവാടത്തിൽ എഴുതി വച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗണപതി ഗുഹ. മഹാഭാരതം പകർത്തി എഴുതുവാനായി ആരുടെ സഹായം തേടുമെന്ന് വ്യാസമഹർഷി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഗണപതി ഭഗവാൻ അത് ഏറ്റെടുക്കുന്നത്. പക്ഷേ ഒറ്റ കണ്ടീഷൻ: എഴുതി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല, തുടർച്ചയായി ചൊല്ലിക്കൊടുക്കണം. 2 ഗുഹകളും തമ്മിൽ കുറച്ച് അകലമുണ്ട്. ഇവിടെയും ഗുഹയ്ക്കുള്ളിൽ ഒരു ഗണപതി പ്രതിഷ്ഠയും പ്രത്യേകം പൂജാരിയുമൊക്കെയുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കൃഷ്ണൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞുവെന്ന് കരുതപ്പെടുന്ന മുചുകുന്ദ ഗുഹയും. ഗണപതി ഗുഹയ്ക്കും 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്.